ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തിരുസഭ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആചരിക്കുന്ന ദിനം, ഈ പുണ്യദിനം പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള യാത്രയുടെ ദിനമാക്കി മാറ്റാം നമുക്ക്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മഹത്വം സ്വർഗത്തിനാണ് എന്ന് അവൾ പറയുകയാണ്. സ്വർഗത്തെ മഹത്വപ്പെടുത്തുക എന്നത് അമ്മയുടെ സ്വാഭാവികമായ ശൈലിയായി കാണുക. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസ് എന്തിലാണ്? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിലാണ് എൻ്റെ ആനന്ദം. ഇത് രണ്ടും സ്നേഹമുള്ളവർ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി ഇത് മാറ്റുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ആത്മാവിൻ്റെ സ്വാഭാവികമായ ഒരു ശൈലിയാവണം സ്വർഗത്തിനെ മഹത്വപ്പെടുത്തുക, സ്വർഗത്തിന് മഹത്വം കൊടുക്കുക. സ്വർഗമേ മഹത്വം, 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 മഹത്വം. സ്വർഗത്തിന് മഹത്വം കൊടുക്കും തോറും എന്നിലാണ് വ്യത്യാസം വരുന്നത് നമ്മൾ അറിയണം. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ. നമ്മൾ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിന് മഹത്വം വർദ്ധിക്കുന്നില്ല, പിന്നെയോ മഹത്വം വർദ്ധിക്കുന്ന എവിടെയാ? എൻ്റെ പ്രാർത്ഥന വഴി എന്നിലാണ് വ്യത്യാസം വരുന്നത്, എന്നിലാണ് അടുപ്പം വരുന്നത്, എന്നിലാണ് വിശുദ്ധീകരണം നടക്കുന്നത്. ഇതാണ് രൂപപ്പെടേണ്ട ഒരു കാഴ്ചപ്പാട്. സ്നേഹമുള്ള ദൈവപേരെ, അമ്മ മനസ്സിൻ്റെ ഒരു സ്വാഭാവികമായ പ്രവണത, പരിശുദ്ധ അമ്മയിലെ ഈ ഒരു അമ്മ മനസ്സിൻ്റെ ആ ഒരു ഭാവത്തെ നമുക്കൊന്ന് ഒപ്പിയെടുക്കാം. സ്വർഗത്തിന് മഹത്വം കൊടുക്കുന്നൊരു ശൈലി നമുക്കൊന്ന് ആർജിച്ചെടുത്താലോ? അഹങ്കരിക്കാനും വീമ്പ് പറയാനും 1-ാം സ്ഥാനത്ത് ഞാൻ എത്തി എന്ന് പറയാനും അവകാശവാദങ്ങളൊക്കെ നിരത്താൻ തക്ക കാരണങ്ങൾ അമ്മയ്ക്ക് നിൽക്കുമ്പോൾ അമ്മ അതെല്ലാം മാറ്റിവെച്ച് മഹത്വം സ്വർഗത്തിന് എന്ന് പറയുന്ന വലിപ്പം, ഇതാണ് അമ്മയെ സ്വർഗത്തോളം ഉയർത്തിയത്. ആമേൻ.